17 വണ്ടി സെക്കൻഡ് ഓൺഷിപ്പ് 42,000 കിലോമീറ്റർ. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ ടൈം എല്ലാ കളറും ഉണ്ടല്ലേ? എല്ലാ കളറും ഉണ്ട്. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഈ വണ്ടിയുടെ കൂടെ ഹെലികോപ്റ്റർ ഫ്രീ ആണ്. തീർച്ചയായിട്ടും യൂസർ മാർക്കറ്റിൽ ആദ്യമായിട്ട് ഒരു ഐറ്റം ആക്കി ഹെലികോപ്റ്റർ ഫ്രീ. ഈ വാഹനം 2016 വണ്ടിയാണ്. തേർഡ് ഓൺഷിപ്പാണ്, വെറും 65,000 കിലോ. ഈ വാഹനം 2017 മോഡല്, സെക്കൻഡ് ഓൺഷിപ്പ്, വെറും 17,000 കിലോമീറ്റർ. 2016 സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വണ്ടി, വെറും 36,000 കിലോമീറ്റർ. ഈ വാഹനം 2022 മോഡല്, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വെറും 11,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ വാഹനം ടാക്സി പെർമിറ്റ്. ഈ വാഹനം 2023 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്. 2015 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്, 80,000 കിലോമീറ്റർ. ഇത് നമുക്ക് രണ്ട് ഹോണ്ട ജാസിന്, ഇത് മാനുവലാണ്, ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് മാനുവൽ. രണ്ടും 2016 മോഡലാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകുമാർ. ഞാനങ്ങനെ ഏഞ്ചൽ കാർസിലാണ്. എൻ്റെ അടുത്ത് റോജൻ ബ്രോ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാറുകൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അത്യാവശ്യം മാന്യവിലയ്ക്ക് വാങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം ക്വാളിറ്റിയുള്ള വണ്ടികൾ, അത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വണ്ടിയുടെ കണ്ടീഷൻ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഉള്ള വണ്ടികളെ പണിയൊക്കെ തീർത്ത് ക്ലിയർ ആക്കിയിട്ടേക്കും. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ അടുത്ത് വേറെ പണികളൊന്നും ഉണ്ടാവില്ലെന്ന് പുള്ളി ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പം ജോജ് ഇപ്പോൾ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്ത 2012 മുതൽ സ്റ്റാർട്ട് ചെയ്തത്. വണ്ടി വാറണ്ടി വരുന്നുണ്ടല്ലോ? 16 മുതലോ? 16 മുതൽ വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാമോ? നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അമരവള താന്നിമുടി ജംഗ്ഷൻ. ഓക്കെ, അപ്പം നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നേരെ വീഡിയോ. ക്യുഡ് ഈ വാഹനം 2020 മോഡലാണ്, സെക്കൻഡ് ഓൺഷിപ്പിൽ 62,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ആക്സിസിന്റെ ഫുൾ പക്ക കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 62,000 കിലോമീറ്റർ അല്ലേ? 62,000 KL10. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ബോഡി നീറ്റ് ആണ് കേട്ടോ. അല്ല, വണ്ടിയിലെ ക്വാളിറ്റി ന്യൂ ഷേപ്പ് ആണ്. DL വരുന്ന വണ്ടിയാണ്. സർവീസ് കമ്പനി സർവീസ്. AC പവർ, ഫ്രണ്ട് ഡോർ പവർ, മ്യൂസിക് സിസ്റ്റം, ബ്ലൂടൂത്ത്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, എയർ ബാഗ്, സിംഗിൾ എയർ ബാഗ്. 62,200 കിലോമീറ്റർ. അതെ. ഓക്കെ, അപ്പോൾ റെനോൾട്ട് ക്വിഡ് DRലൊക്കെ വരുന്ന ടൈപ്പ് അല്ലേ? DL വരുന്ന ടൈപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ പ്രൈസ്? നമുക്കൊരു 3,400 കൊടുക്കാം. 3,400 വിത്ത് ഫുൾ ലോൺ. ഈ വാഹനം 2017 വണ്ടി. 17 വണ്ടി, സെക്കൻഡ് ഓൺഷിപ്പ്, 42,000 കിലോമീറ്റർ. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ ടൈം എല്ലാ കളറും ഉണ്ടല്ലേ? എല്ലാ കളറും ഉണ്ട്. ഏതോടെ യൂസ് ചെയ്യാം. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓൺഷിപ്പ് 42,000 കിലോമീറ്റർ. ഓക്കെ, കമ്പനി സർവീസ് തന്നെയാണല്ലോ? കമ്പനി സർവീസ് ഉണ്ട്. KL19 രജിസ്ട്രേഷൻ. വണ്ടി നീറ്റ് ആണ് കേട്ടോ, സ്ക്രാച്ച് ഒന്നും ഇല്ല. സീറ്റ് കാര്യങ്ങൾ നീറ്റ് ആണ് കേട്ടോ. മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്, സീറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്. ഓക്കെ, ടയർ ഇപ്പോൾ മാറ്റിയിട്ടുണ്ടല്ലേ? അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമ്മൾ 285 പ്രതീക്ഷിക്കുന്നത്. 285 നെഗോഷ്യബിൾ ആണ്. ലോൺ നമുക്ക് 2.5 വരെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത് ഹ്യുണ്ടായി ഐട്ടൺ. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഈ വണ്ടിയുടെ കൂടെ ഹെലികോപ്റ്റർ ഫ്രീ ആണ്. തീർച്ചയായിട്ടും. യൂസർ മാർക്കറ്റിൽ ആദ്യമായിട്ട് ഒരു ഐറ്റം ആക്കി ഹെലികോപ്റ്റർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മോഡൽ എങ്ങനെയാണ്? ഈ വാഹനം 2008 മോഡലാണ്, സെക്കൻഡ് ഓൺഷിപ്പാണ് വരുന്നത്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. മാഗ്നയാണ്. AC പവർ, ഫോട്ടോ പവറിൻ്റെ, പിന്നെ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയറാണ്. ഓക്കെ, സീറ്റ് കയറിയിട്ടുണ്ട്, ഡാഷ് ക്യാം ഉണ്ട്, പുതിയ ബാറ്ററിയാണ്. ഹെലികോപ്റ്റർ അവിടെ നിന്ന് ഇപ്പോൾ വന്ന് ലാൻഡ് ചെയ്തിട്ടുള്ളൂ, കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതെ, ഡാഷ് ക്യാം മുകളിലിപ്പുണ്ട്. ഡാഷ് ക്യാം വെച്ചിട്ടുണ്ടല്ലേ? സീറ്റ് കയറാൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. നമുക്ക് അത് എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് കാർ പോകുന്ന സ്ഥലത്ത് ഹെലികോപ്റ്ററിൽ പോവാം. നമുക്ക് സോളറിലാണ് സാധനം വർക്ക് ചെയ്യുന്നത്, വേറെ ഇന്ധന ചെലവില്ല. അതാണ്. അപ്പം ഒരുപക്ഷെ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമ്മൾ 1.35 പ്രതീക്ഷിക്കുന്നത് നെഗോഷ്യബിളാണ്. അപ്പോൾ അടുത്ത് ഓൾട്ട് 800. ഈ വാഹനം 2015 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്, 80,000 കിലോമീറ്റർ. നല്ല പക്ക ക്വാളിറ്റി വണ്ടി. ഓൾട്ട് 800 വൻ കളക്ഷൻ ആണല്ലേ? തീർച്ചയായിട്ടും. എല്ലാ കളേഴ്സും ഉണ്ട്, ഏതാണോ സെലക്ട് ചെയ്തെടുക്കുക. എല്ലാ മോഡൽസും ഉണ്ട്. രജിസ്ട്രേഷൻ KL01 ആണല്ലേ? അതെ, ഓൾമോസ്റ്റ് എല്ലാം പാറശാല അല്ലെങ്കിൽ ട്രിവാൻഡ്രം. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണ്. കമ്പനി സർവീസ്. ഓക്കെ, ഇന്റർ കണ്ടീഷൻ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റി വണ്ടി. വണ്ടി വൃത്തിയായിട്ടുണ്ട്. ഫ്രണ്ട് 2 പുത്തൻ ടയറാണ്. ആക്സിസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ടയർ ഫ്രണ്ട് പുത്തനുണ്ട്, ബാക്ക് ഒരു 60% ടയറുണ്ട്. അതെ, സ്ക്രാച്ചിന്റെ കാര്യങ്ങളൊന്നുമില്ല. സർവീസ് കമ്പനി തന്നെ. സർവീസ് കമ്പനി സർവീസ്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്ക് 2.40 കൊടുക്കാം. 2.40. ലോണിന് നമുക്കൊരു 2.10 ഒക്കെ ലോൺ ചെയ്യാൻ പറ്റും. നെഗോഷ്യബിൾ ആണല്ലോ പ്രൈസ്? നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വിഡ് സിൽവർ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഈ വാഹനം 2022 ആണ്. 22 വണ്ടി, സെക്കൻഡ് ഓൺഷിപ്പ്. ഓക്കെ, 22 ലാസ്റ്റ് ആണ്. ഇവർ 47,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. 22 ലാസ്റ്റ്, സെക്കൻഡ് ഓൺഷിപ്പ് ഉണ്ട്. ഓക്കെ, 47,000 കിലോമീറ്റർ. ടയർ ഓൾമോസ്റ്റ് 2 പുത്തനുണ്ട്, ബാക്ക് ആവറേജ് 60% ടയർ ഉണ്ടല്ലേ?
ഓക്കെ, ബോഡിയൊക്കെ നീറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. സർവീസ് പുറത്താണ് കമ്പനിയാണോ? കമ്പനി സർവീസ്. വേറെ ആക്സസറി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ മ്യൂസിക്സ് നോക്കി എത്ര രൂപ സെറ്റ് ആണ്? അറൗണ്ട് 22-23 വില ഉണ്ടാവും സെറ്റ്. അതല്ലേ ആൻഡ്രോയിഡ് അല്ലേ? ഓക്കെ. പിന്നെ AC പവർ വിൻഡോ, പവറിൻ്റെ എയർ ബാഗ്, അത്യാവശ്യം ഡ്യുവൽ എയർ ബാഗാണ്. ഡീലർ ബാഗ് വരുന്നുണ്ട്. ഡ്യുവൽ ബാഗ് വരുന്നത് അത്യാവശ്യം ഇയറിലെ വരുന്നുണ്ട്. 22 മോഡലല്ലേ? മ്യൂസിക് സിസ്റ്റം നല്ല മ്യൂസിക് സിസ്റ്റം അല്ലേ? സൂപ്പർ മ്യൂസിക് സിസ്റ്റം. ഓക്കെ ഓക്കെ. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ്? നമ്മളത് 3.25 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിളാണ്. നെഗോഷ്യബിളാണ്. നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഈ വാഹനം 2014-15 രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 40,000 കിലോമീറ്റർ. ഓക്കെ. കിലോമീറ്റർ 40,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണല്ലോ? കമ്പനി സർവീസ് തന്നെ. രജിസ്ട്രേഷൻ വണ്ടിയാണ്. വണ്ടി നീറ്റാണ്, അതൊന്നും പറയാനില്ല. ഡെന്റോ സ്ക്രാച്ചസ് ഒന്നുമില്ല. അതെ. ഓക്കെ. ഇതിനകത്ത് ഒറിജിനാലിറ്റി അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സീറ്റ് ഫാബ്രിക് ആണ്, സ്റ്റീരിയോ ഒന്നും വെച്ചിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷൻ. ചെയ്യുന്നുണ്ട്. മിക്കവാറും പ്രായ ആളെ ഉപയോഗിക്കാനാണ് സാധ്യത. അതെ. അപ്പം KL01 വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ്? നമ്മൾ 2.45 പ്രതീക്ഷിക്കുന്നത്. 2.45. ഫിനാൻസോ? ഫിനാൻസ് നമുക്ക് 2.10 ലോൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഈ വാഹനം 2017 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, വെറും 17,000 കിലോമീറ്റർ. 17,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ആക്സസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നീറ്റാണ്, ഡെന്റോ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ടയർ കണ്ടീഷൻ ആ തേയ്മാനം ഉണ്ടല്ലേ? വേറെ തേയ്മാനം ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ടിൽ പവറിൻ്റെ സീറ്റ് കയറിയിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം വെച്ചിട്ടുണ്ട്. സോണിന്റെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. വേറെ AC പവർ സ്റ്റിയറിംഗ്. അതെ. എയർ ബാഗ് വരുന്നില്ലല്ലോ? എയർ ബാഗ് ഇല്ല. അപ്പോൾ എങ്ങനെ പ്രൈസ്? ഇത് നമ്മൾ 2.85 പ്രതീക്ഷിക്കുന്നു. നെഗോഷ്യബിളാണ്. ഫിനാൻസോ? ഫിനാൻസ് നമുക്ക് 2,000 ഫിനാൻസ് ചെയ്യാം. അടുത്ത ഫോർഡ് ഫിഗോ, എങ്ങനെ ഡീറ്റെയിൽസ്? ഈ വാഹനം 2016 സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വണ്ടി, വെറും 36,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വെറും 36,000 കിലോമീറ്റർ വണ്ടി. കിലോമീറ്റർ ആണോ? കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ്. ഓക്കെ. KL01 വണ്ടിയാണ് അല്ലേ? രജിസ്ട്രേഷൻ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഓക്കെ. വേറെ സ്ക്രാച്ചസോ ഡെന്റോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണോ പുറത്താണോ? കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഓക്കെ. ഇതിന്റെ കണ്ടി സ്റ്റീരിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്. ചെയ്തിട്ടുണ്ട്. ഇത് ബേസ് ഓപ്ഷൻ തോന്നുന്നു അല്ലേ? അതെ. AC പവർ ഫ്രണ്ട് വെപ്പറിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല മൈലേജ് ഒരു രക്ഷയില്ല. മൈലേജ് 22 മേലെ കിട്ടും. 25 മേലെ കിട്ടും. നമ്മൾ 4 പ്രതീക്ഷിക്കുന്നു. നെഗോഷ്യബിളാണ്. ശരി. ഫിനാൻസോ? ഫിനാൻസ് അവൈലബിൾ ആണ്. എത്ര കിട്ടും? 3.5 to 4 രൂപ അടുപ്പിച്ച് ചെയ്യാം. ഈ വാഹനം 2016 വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പ് ആണ്. വെറും 65,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ. അട്രാക്റ്റീവ് കളറാണല്ലേ? അട്രാക്റ്റീവ് കളറാണ്. സ്പെഷ്യൽ എഡിഷൻ ആണ്. കളർ തന്നെയാണ് ഈ നമ്മളെ സ്റ്റിക്കറിങ് വരുന്നത്. സ്റ്റിക്കറിങ് കമ്പനി വരുന്നതാണല്ലേ? ഒന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. റീപ്ലേസ്മെന്റ് ആക്സസറി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആനൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഇത് ഈ നോക്കിയേ, സീറ്റ് വരും ഈ സൈഡെല്ലാം ഈ സ്പെഷ്യൽ എഡിഷന്റെ ഇതാണ് വന്നിട്ടുള്ളത്. സൈഡ് ബീഡിംഗ് അല്ല, നല്ല അങ്ങനെ കവർ സെയിം അങ്ങനെ വന്നിട്ടുള്ള സ്പെഷ്യൽ എഡിഷൻ ആണ്. ഓക്കെ. 2016 സ്പെഷ്യൽ എഡിഷൻ. ടയർ കണ്ടീഷൻ 60% ടയറാണ്. അതെ. ബാക്ക് കുറച്ച് ആവറേജ് ആണ്. അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ് 16ന്റെ? ഇത് നമ്മൾ 2.65 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ലോൺ നമുക്ക് അറൗണ്ട് 2.5 അടുപ്പിച്ച് ലോൺ ചെയ്യാൻ പറ്റും. ഈ വാഹനം 2022 മോഡല്, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വെറും 11,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വാഹനം. ഓക്കെ. ഇത് 11,000 കിലോമീറ്റർ. വെറും 11,000 കിലോമീറ്റർ. ഓക്കെ. കമ്പനി ഹിസ്റ്ററി ഉള്ളത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. വണ്ടി സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ അതിന്റെ കവറൊക്കെ അങ്ങനെ ഇരിപ്പുണ്ടല്ലേ? ആൻഡ്രോയിഡ് സിസ്റ്റം ആടിയിട്ടുണ്ട്. ഡ്യുവൽ എയർ ബാഗ് ഉണ്ട്. AC പവർ ഫ്രണ്ട് പവർ വിൻഡോ എല്ലാം വരുന്നുണ്ടല്ലേ? എല്ലാം വരുന്നത്. സ്റ്റെപ്പിൽ പൊടിച്ചിട്ടൊന്നുമില്ല. ഉപയോഗിച്ചില്ല. അതേപോലെ ആക്സസറി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 11,000 കിലോമീറ്റർ, 19 കിലോമീറ്റർ. KL19 പാർസൽ സ്റ്റേഷൻ. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? നമ്മൾ 3.75 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. സിംഗിൾ ഓണർ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഓൾമോസ്റ്റ് ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. സ്വിഫ്റ്റ് ഡിസയർ ടാക്സി പെർമിറ്റ്. ഈ വാഹനം 2023 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്. 1,20,000 കിലോമീറ്റർ. പക്ക പ്രോപ്പർ സർവീസ്. പിന്നെ പക്ക സർവീസ്. കമ്പനി സർവീസ്. ഓടിയ സത്യം പറഞ്ഞ ഒരു 15 കിലോമീറ്റർ ഓടിച്ച വണ്ടി വരും. ഷോറൂം സർവീസ് ആണ്. വണ്ടി എപ്പോഴും അത്രയും പക്ക ക്വാളിറ്റിയാണ്. വണ്ടി ഇന്ത്യയിൽ നോക്കുമ്പോൾ അറിയാം. പക്ക സ്റ്റോക്ക് എഡിഷൻ. പക്ക നല്ല നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി കളർ അല്ലേ? സ്റ്റീരിയോ ഒന്നും വരുന്നില്ല. സ്റ്റോക്ക് അതേപോലെ GPS കാര്യങ്ങളെല്ലാം ഉണ്ട്. 80% ടയറും ഉണ്ടല്ലേ? ഓക്കെ. 4 ടയർ 80% ഉണ്ട്. ഫുൾ ലോൺ വരെ വണ്ടി ചെയ്ത് കൊടുക്കാം. ഫുൾ കമ്പനി സർവീസ് ആണ്. ഫുൾ കമ്പനി സർവീസ്. അപ്പോൾ വണ്ടി വേറെ പ്രശ്നങ്ങളും വരാൻ സാധ്യത? ഒരു പ്രശ്നങ്ങളുമില്ല. പക്ക. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? നമ്മൾ 5.70 എക്സ്പെക്ട് ചെയ്യുന്നത്. നെഗോഷ്യബിൾ ആണ്. വിത്ത് ഫുൾ ലോൺ അവൈലബിൾ ആണ്. അപ്പോൾ സത്യം ഇപ്പോൾ പെർമിറ്റ് വേണ്ട അത്യാവശ്യം ആൾക്കാർ നോക്കി കിടക്കുന്നത് യൂബർ ഓടാനും അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോൾ പറ്റുന്ന മാക്സിമം ലോൺ സപ്പോർട്ട് എല്ലാം ഉണ്ടല്ലേ? GPS അടക്കം എല്ലാ സാധനങ്ങളും ഉണ്ട്.
ഇപ്പോൾ 2 ഹോണ്ട ജാസ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഹൈറ്റ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് നമുക്ക് 2 ഹോണ്ട ജാസിന്, ഇത് മാനുവലാണ്, ഇത് ഓട്ടോമാറ്റിക് ആണ്. അത് ഓട്ടോമാറ്റിക്, ഇത് മാനുവൽ. രണ്ടും 2016 മോഡലാണ്. രണ്ടും ഒരേ മോഡൽ. അപ്പോൾ അതുകൊണ്ട് ഒരേ മോഡൽ, 2 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതുകൊണ്ടാണ് ഒന്നിച്ച് കാണിക്കുന്നത്. ഒരേ വർഷം, ഒരേ മോഡല്, ഒരേ വേരിയന്റ്, ഒരേ രജിസ്ട്രേഷൻ. രണ്ടും KL0 ആണ്. തീർച്ചയായും ഇങ്ങനെ അപൂർവമായിട്ട് കിട്ടുള്ളൂ. തീർച്ചയായും മാത്രം വ്യത്യാസമുണ്ട്. ഒന്ന് ഓട്ടോമാറ്റിക്, ഒന്ന് മാനുവൽ. രണ്ടും പെട്രോൾ ആണല്ലോ? രണ്ടും പെട്രോളാണ്. ഓക്കെ. ഇത് വണ്ടി ഇന്ത്യൻ കണ്ടീഷൻ നീറ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ഒരു 70% ടയറൊക്കെ ഉണ്ട്. അലോയ്സ് വരുന്നുണ്ട്. 2 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. വേരിയന്റ് ഏതാണ്? വേരിയന്റ് വി ആണ്. ഓക്കെ. ഇത് സീറ്റ് ഫാബ്രിക് ആണ്, അതിൽ കവർ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം എങ്ങനെയാണ് കമ്പനി സർവീസ് കാര്യങ്ങളിലുള്ള വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. രണ്ടും പക്കയാണല്ലോ? രണ്ടും പക്ക. അപ്പോൾ വൈറ്റിന്റെ വില എങ്ങനെയാണ് വരുന്നത്? ഇത് നമ്മൾ 4,30,000 വില. നമ്മൾ 4,30,000 രൂപ പ്രതീക്ഷിക്കും. മാനുവലിന്റെ വില. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഇത് 4,85,000 രൂപ. ഓക്കെ. രണ്ടും നെഗോഷ്യബിൾ ആണല്ലോ? രണ്ടും നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് രണ്ടിലും എങ്ങനെ കയറും? രണ്ടിലും മാക്സിമം കയറും. 4 ലക്ഷം രൂപ കയറുമല്ലോ. അപ്പോൾ അടുത്ത് ടാറ്റ നെക്സോൺ. ഈ വാഹനം 2020 മോഡൽ, സിംഗിൾ ഓൺഷിപ്പ്, ഡീസൽ, 1,20,000 കിലോമീറ്റർ, XM എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഡീസലാണ്. XM ആണ് വേരിയന്റ്. അതായത് AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവറിന്റെ സെൻട്രൽ ലോക്ക്, സൺറൂഫ്, അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. എയർ ബാഗ്. മൈലേജ് വരുന്നത് ഡീസൽ ആകുമ്പോൾ 20 മേലെ കിട്ടും മൈലേജ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് സിംഗിൾ ഓണർ ഉണ്ട്. ടയർ കണ്ടീഷൻ 67% ടയർ ഉണ്ടല്ലേ? ഓടെ നീറ്റ്, സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. വെറൈറ്റി കളറാണ്. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കാണ്, കുഴപ്പമൊന്നുമില്ല. മേജർ സർവീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. അതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് ആണ്, സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ സ്റ്റീറിംഗ് മോഡ് കൺട്രോൾസ്, ബോർഡർ ബോർഡിന്റെ പോർഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ. പിന്നെ എക്കോ മോഡലാണ് വരുന്നത്. എക്കോ സിറ്റി സ്പോർട്സ് വരുന്നുണ്ട്. പിന്നെ ടാറ്റ നെക്സോൺ സേഫ്റ്റി ആണ് പുതിയ സേഫ്റ്റി. അപ്പോൾ എങ്ങനെയാ പ്രൈസ്? നമുക്കൊരു 6,70,000 കൊടുക്കാം. 6,70,000. ഫിനാൻസോ? ഫിനാൻസ് നമുക്ക് ഒരു 6,00,000 ഫിനാൻസ് ചെയ്യാം.